ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താനായില്ല. തൂങ്ങിമരണമെന്നാണ് റിപ്പോർട്ട്. മീപ്പുകുരിയിലെ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരേ ഹുക്കിലാണ് ഇരുവരെയും തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം കൂടി പുറത്തുവന്നതോടെ സംഭവം ചർച്ചാ വിഷയമായിട്ടുണ്ട്. ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിന്റെ വേദനയായി. മീപ്പുഗിരിയിലെ ഗണേശൻ, മകൾ വൈഷ്ണവി എന്നിവരെയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ ഓമന കർണാടകയിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്നതിനാൽ സ്ഥലത്തുണ്ടായിരുന്നില്ല. കോൺക്രീറ്റ് തൊഴിലാളിയായ ഗണേഷ് 15-ന് രാത്രി 8:45-ന് സാധനങ്ങൾ വാങ്ങാനായി ദേളിയിലെ കടയിലെത്തിയിരുന്നു. രാത്രി 11 മണിയോടെ മകൾ തൂങ്ങിമരിച്ചതായി സമീപത്തെ വീട്ടിൽ പോയി ഗണേഷ് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഗണേഷ് ജീവനൊടുക്കിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വൈഷ്ണവി ആത്മഹത്യ ചെയ്ത വിവരം ലഭിച്ചതിനെ തുടർന്ന് മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് ഇരുവരെയും കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി വിവിധ ഇടങ്ങളിലായി വാടക വീട്ടിൽ താമസിക്കുകയാണ് ഗണേശും കുടുംബവും. പാലക്കാട് സ്വദേശിനിയാണ് ഭാര്യ ഓമന. കാറ്ററിംഗ് തൊഴിലാളിയായ മകൻ വിഷ്ണു സംഭവ ദിവസം രാത്രി 7 മണിവരെ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുകയായിരുന്നു. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട വൈഷ്ണവി. വിഷ്ണുപ്രിയ മറ്റൊരു സഹോദരിയാണ്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വൈഷ്ണവിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ സംശയകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ഇതിനിടെ ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ സംഭവം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.